ഈ മീഡിയ വണ്ണിൻ്റെ അടുപ്പൂട്ടി ചർച്ചയിൽ നിഷാദ് റാവുത്തറുടെയും അജിംസിൻ്റെയും ഈ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു ഹൃദയവേദന നമുക്ക് അവിടെ ചർച്ചയിലുടനീളം കാണാൻ കഴിയും. ഒരു യുദ്ധം നടക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് അനുകൂലിച്ച് പറഞ്ഞില്ലെങ്കിൽ പണിയാവും, ഗതികേടാവും എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ ഈ പ്രകടമാകുന്ന ഈ രാജ്യസ്നേഹം. ഹായ്, ഞാൻ ഫെലിക്സ്. മൊമെന്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുദ്ധം അവസാനിച്ചു, തൽക്കാലത്തേക്കെങ്കിലും നമുക്ക് ആശ്വസിക്കാം. ഈ യുദ്ധം തന്നെ പാകിസ്ഥാൻ്റെ വിടായിത്തരത്തിനുള്ളൊരു ചുട്ട മറുപടിയാണ് നമ്മുടെ ഇന്ത്യ നൽകിയത്. അടിയെന്ന് പറഞ്ഞാൽ നല്ല അസലടി, നല്ല കിണ്ണത്തിൽ കൊള്ളുന്ന അടിയായിരുന്നു ഇന്ത്യ അടിച്ചത്. നമുക്ക് ഈ മീഡിയ കൊണ്ട് ഈ രാജ്യസ്നേഹം നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. ഒരു പക്ഷേ ഈ യുദ്ധം നീണ്ടു പോയിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തൊരു അടിയന്തരാവസ്ഥ നിലവിൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അടിയന്തരാവസ്ഥ വന്നാൽ ഇന്ത്യൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്നവരൊക്കെ തന്നെ ആദ്യം അങ്ങ് അകത്താവും. അങ്ങനെ അകത്തായാൽ ആദ്യം അകത്താവുന്നത് ഈ മൂവർ സംഘമാവും. മാത്രവുമല്ല, ഈ രാജ്യത്ത് നിരോധിക്കപ്പെടുന്ന ആദ്യത്തെ ചാനൽ നമ്മുടെ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം കൊടുക്കുന്ന ഈ മീഡിയ വൺ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. ഇതൊന്നും തിരിച്ചറിഞ്ഞുകൂടാൻ കഴിവില്ലാത്തവരല്ലല്ലോ ഈ മൂവർ സംഘവും ഈ ചാനൽ. അപ്പോൾ അത്തരത്തിലൊരു ബുദ്ധിമുട്ട്, ഒരു ഗതികേട് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു രാജ്യസ്നേഹം. അതാണ് അതിൻ്റെ കാരണം. ഇക്കൂട്ടർക്ക് എപ്പോഴും അപ്പുറത്ത് തന്നെയാണ്. നമ്മുടെ ഈ ചാനലിൻ്റെ ഒരു പുലിക്കുട്ടി, അതായത് പുലിക്കുട്ടിയല്ല, പുലിക്കുട്ടി എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഒരു സിംഹം, നമ്മുടെ ദാവൂദ്, അദ്ദേഹത്തിന് നമ്മുടെ ഈ ചർച്ചകളിലൊന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചതിൽ മണന്നത് ഹൃദയവേദന സഹിക്കവയ്യാതെ അദ്ദേഹം ലീവെടുത്ത് വിശ്രമമാണോ എന്നറിയില്ല. എന്തായാലും യുദ്ധം തീർന്നില്ലേ ദാവൂദേ, വന്ന് രണ്ട് വർത്തമാനം പറയും. അപ്പോൾ നമ്മളിത് പറഞ്ഞു വന്നതുപോലെ പാകിസ്ഥാൻ്റെ ബെഡായിക്കുള്ളൊരു മറുപടിയാണ് നമ്മുടെ രാജ്യം തിരിച്ചു നൽകിയത്. സത്യത്തിൽ പാകിസ്ഥാൻ ബെഡായി കളയുക എന്ന് പറഞ്ഞാൽ ആദ്യം നിയന്ത്രിക്കേണ്ടത് അവിടുത്തെ ജനറൽമാരെ തന്നെയാണ്. പക്ഷേ അതിന് സാധിക്കാത്തൊരു ഭരണ സംവിധാനമാണ് പാകിസ്ഥാനിലുള്ളത്. അതാണ് അവിടെ ഒരു ഗതികേട്. ഈ പാകിസ്ഥാൻ ജനറലിൻ്റെ വകയായി നമ്മുടെ ഈ കാശ്മീർ വിരുദ്ധ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രസംഗം നമ്മളെല്ലാം കേട്ടതാണ്. യഥാർത്ഥത്തിൽ ഇവനെയൊക്കെയാണ് പിടിച്ച് അകത്തിടല്ല, വെട്ടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത്. ഇന്ത്യയുടെ ഒരു കാലത്തും ഏറ്റുമുട്ടാനുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ള രാജ്യം ഒരു കാലത്തുമായിരുന്നില്ല നമ്മുടെ പാകിസ്ഥാൻ. മാത്രമല്ല, ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ദിനംപ്രതിയുള്ള ആഹാരത്തിന് പോലും തെണ്ടുന്ന ഒരു ഗതികേടിലാണ് പാകിസ്ഥാൻ. ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യ തിരിച്ചറിയുന്നത് കൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും വളരെ സംയമനം പാലിച്ചുകൊണ്ട് വളരെ ആലോചിച്ചു മാത്രമാണ് നമ്മുടെ ഇന്ത്യ ഇതുവരെ മുന്നോട്ട് നീങ്ങിയത്. അതല്ലാതെ കാണിച്ചു കൂട്ടിയതിന് പകരം ചെയ്യാനായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ്റെ അവസ്ഥ എന്താകുമായിരുന്നു. ഒരുപക്ഷെ അത്തരത്തിലൊരു ആക്രമണമായിട്ട് മുന്നോട്ട് പോയാൽ, അത്തരം ഒരു ഗതികേട് പാകിസ്ഥാൻ ഉണ്ടായാൽ ആ ഗതികേട് കാണേണ്ടത് നമ്മൾ തന്നെയാണ്. ഗതികേടിന് ഉള്ള പരിഹാരം ചെയ്തു കൊടുക്കേണ്ടത് ഒരുപക്ഷെ നമ്മൾ തന്നെയായിരിക്കും. അതാണ് ഇന്ത്യയുടെ ഒരു സഹിഷ്ണുത എന്ന് പറയുന്നത്. നമുക്കുള്ളതും അതാണ്, പക്ഷേ പാകിസ്ഥാൻ ഇല്ലാത്തതും അതാണ്. ഞാൻ ഇതിൽ പറഞ്ഞു വന്നത് നമ്മുടെ മീഡിയ വണ്ണിനെ കുറിച്ചാണ്. അതായത് ഈ മോങ്ങാനിരുന്നവൻ്റെ തലയിൽ തേങ്ങ വീണു എന്നതല്ല, ഈ മോങ്ങാൻ പറ്റാതെ വീർപ്പുമുട്ടിയിരുന്നവൻ്റെ കണ്ണാക്കിലോട്ടാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സിക്കിമിൻ്റെ സെക്രട്ടറി അംഗം കൂടിയായ നമ്മുടെ എം സ്വരാജ് സഖാവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. സൈദ്ധാന്തികമായ അവലോകനത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന യുദ്ധത്തെക്കുറിച്ചുള്ള അതിനെതിരെയുള്ള അമർഷവും ദുഃഖവും അദ്ദേഹം ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഇവരെ അണ്ണാക്കിലോട്ട് ഇട്ട് കൊടുത്തത്. യഥാർത്ഥത്തിൽ മീഡിയ വൺ പറയാനിരുന്ന കാര്യം എം സ്വരാജ് പറഞ്ഞു. അതാണ് യഥാർത്ഥ സത്യം. അതുകൊണ്ടാണ് മീഡിയ വണ്ണിന് നമ്മുടെ എം സ്വരാജ്, നമ്മുടെ സഖാവ്, പ്രിയപ്പെട്ടവനാകുന്നതും ഇപ്പോൾ അതിൻ്റെ അവലോകന ചർച്ചയുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നത്. ചർച്ചയൊക്കെ നമുക്ക് വഴിയേക്കാം. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എം സ്വരാജിൻ്റെ, നമ്മുടെ സഖാവിൻ്റെ ഇതിനു മുമ്പും ഇതുപോലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഇസ്രായേൽ ഹമാസിനെ ആക്രമിച്ച ആ സമയത്തായിരുന്നു. അതായത് ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഈ തീവ്രവാദികൾ ഒന്നൊന്നായി ചത്തൊടുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആ സമയത്താണ് ഇദ്ദേഹത്തിനൊരു പോസ്റ്റ് വന്നത്. അതായത് ഈ ഹമാസിനെ ഈ പോരാളികൾ എന്ന് വിശേഷണം കൊടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അത് ഇസ്രായേലിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ആ ഒരു പോസ്റ്റ്. ഇസ്രായേൽ ഹമാസിനിട്ട് പണി കൊടുത്തത് എന്തിനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇത് അറിയാതെ പോയത് നമ്മുടെ ഈ സഖാവാണ്.
ഇസ്രയേലിൽ അന്ന് വെടിയേറ്റ് വീണവരെ കുറിച്ചോ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടവരെ കുറിച്ചോ അല്ലെ ബന്ദികളായി പിടിച്ചുകൊണ്ട് പോയവരെ കുറിച്ചോ ഒന്നും ഇദ്ദേഹത്തിനൊരു അറിവുണ്ടായില്ല. അവരെ കുറിച്ചുള്ള ഒരു ദുഃഖവും ഒരു കണ്ണീരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുറിപ്പോ നമ്മൾ എവിടെയും കണ്ടില്ല. അതൊക്കെ പോട്ടെ, നമ്മൾ പഹൽഗാമിൽ നമ്മുടെ സഹോദരങ്ങൾ തീവ്രവാദികളുടെ വെടിയേറ്റ് വീണപ്പോൾ ഒരു ഞെട്ടൽ, ഒരു കണ്ണീരും ഒരു ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ സഖാവിൻ്റെ ഒരു കുറിപ്പും ഒരു ചുവരിൽ പോലും നമ്മൾ കണ്ടില്ല. കണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പറയണം. എൻ്റെ അഭിപ്രായത്തിൽ MA ബേബി സഖാവിനെ ഈ അഖിലേന്ത്യാ ജനറൽ സ്ഥാനത്ത് നിന്ന് മാറ്റി നമ്മുടെ M സ്വരാജിനെ നിയമിക്കണം എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. എന്തായാലും കേരള ഭരണം 3ാം വട്ടവും ഈസിയായിട്ട് നടപ്പിൽ വരുത്താൻ നമ്മുടെ സഖാവിന്, നമ്മുടെ M സ്വരാജിന് സാധിക്കുമായിരുന്നു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. സഖാവിൻ്റെ ബുദ്ധി, താത്വികമായി അവലോകനം ചെയ്യാനുള്ളൊരു കഴിവ്, സൈദ്ധാന്തികമായി എല്ലാവരെയും ബോധവൽക്കരിക്കാനുള്ള ഒരു അറിവും ഊർജവും ആർജവും മറ്റ് ഏത് സഖാക്കാണുള്ളത്. ഒരു പക്ഷേ ഭരണം നിലനിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമ്മുടെ ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിയുടെ മണ്ടത്തരമായി വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. ഈ നിരത്തി അറിവും കഴിവും ഉള്ളവരൊക്കെ പാർട്ടിക്കോ അല്ലെങ്കിൽ പഠിക്കോ പുറത്താണ്. അങ്ങനെ നമ്മുടെ സ്വരാജ് സഖാവിനെ വെട്ടിനിരത്താനൊന്നും ശ്രമിക്കേണ്ട, അതൊരു പാഴ്വേലയായി. അണ്ണന് സഖാവിന് ഭയങ്കര ബുദ്ധിയാണെന്ന് അണ്ണൻ്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടിട്ടും അണ്ണൻ്റെ ലേഖനങ്ങളൊക്കെ കണ്ടിട്ടും നിങ്ങൾക്കും മനസ്സിലാകുന്നില്ലേ? നിങ്ങൾക്ക് ഇനിയും മനസ്സിലാകുന്നില്ല എങ്കിൽ കഷ്ടം. മാഹോയാണ്, ചെഗോരയാണ്, കഷ്ടം, മഹാനഷ്ടം എന്നേ പറയാനുള്ളൂ. സഖാവിനോട് എനിക്ക് പറയാനുള്ളത്, ഇന്ത്യ ഒരു പ്രകോപനവും കൂടാതെ ഒരു രാജ്യത്തിനെതിരെയും യുദ്ധം ഇതുവരെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ബോംബ് മുറ്റത്ത് വീണാലേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുമെന്ന് താങ്കൾ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. അത് വളരെ ശരിയാണ്. അതുപോലെ തന്നെ സ്വന്തം മകനെയോ മകളെയോ മാതാപിതാക്കളെയോ നഷ്ടപ്പെടുന്നവരുടെ ദുഃഖം എന്താണെന്ന് താങ്കൾക്കറിയാം. പോട്ടെ, പഹൽഗാമിൽ താങ്കളുടെ മകനെയോ അച്ഛനെയോ താങ്കൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ നഷ്ടപ്പെടാത്തത് കൊണ്ടാണ് താങ്കൾക്ക് ഇങ്ങനെ ഫേസ്ബുക്കിൽ വന്നിരുന്ന് ഇങ്ങനെ ഉണ്ടാക്കാൻ കഴിയുന്നത്. അത് സഖാവ്, അത് താങ്കളുടെ ഒരു ഗതികേടാണ്. ഇനിയിപ്പോൾ മീഡിയ കൊണ്ട് ചർച്ച എന്താണെന്ന് നമുക്ക് കേൾക്കട്ടെ. ചില പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. ഇന്ത്യ പാകിസ്ഥാനോട് ചെയ്യുന്നത് വളരെ ദ്രോഹമാണ്. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മുടെ മീഡിയ വണിൻ്റെ നമ്മുടെ ജിംസും റാവത്തറും പറയുന്നതാണ്. നമുക്ക് ആ വീഡിയോ. സ്വരാജിൻ്റെ വിശദീകരണം, ഇന്നലത്തെ പോസ്റ്റ്, അതൊരു മാർക്സിയൻ പരിപ്രേക്ഷ്യത്തിൽ യുദ്ധത്തോടുള്ള സമീപനം എന്താണ്? ഒരു യുദ്ധവും ആർക്കും ഒന്നും നേടിക്കൊടുക്കുന്നില്ല. ഒരു യുദ്ധവും നല്ലതിൽ അവസാനിക്കുന്നില്ല. യുദ്ധം കണ്ണീരും രക്തവും വിയർപ്പും പൊടിയും മാത്രമേ അവശേഷിപ്പിക്കുന്നുള്ളൂ, നാശങ്ങൾ മാത്രമേ അവശേഷിപ്പിക്കുന്നുള്ള ഒരു വിശാല മാനവിക കാഴ്ചപ്പാടിൽ നിന്നാണ് അദ്ദേഹം അത് പറയുന്നത്. അജിംസെ, താങ്കൾ പറയുന്നത് വളരെ ശരിയാണ്. യുദ്ധം നഷ്ടമാണ്, കഷ്ടമാണ്. ഈ കഷ്ടനഷ്ടത്തെക്കുറിച്ച് 2023 ഒക്ടോബർ 7 മുൻപ് നിങ്ങളുടെ എന്താണ് ഹമാസ് പോരാളികൾ, ആ പോരാളികൾക്കൊന്ന് പറഞ്ഞു കൊടുത്തെങ്കിൽ എത്ര നന്നായാലും. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇസ്രയേലിൻ്റെ കൈകൊണ്ട് ഇങ്ങനെ ചത്തൊടുങ്ങേണ്ടി വരില്ലായിരുന്നു. ശരി, പറ, ബാക്കിയുടെ കേൾക്കട്ടെ. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ആ ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ട് M സ്വരാജ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഒക്ടോബർ 7 ഹമാസിനെ ആക്രമണത്തെ സ്വരാജ് പിന്തുണയ്ക്കുന്നു, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ആക്രമിക്കുന്നതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളൊരു പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതും ഇതിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്, ഈ വിശദീകരണത്തിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. കാരണം ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള ആക്രമണങ്ങളാണ്. ഇന്ത്യയും പാകിസ്ഥാൻ രണ്ട് നാഷൻ സ്റ്റേറ്റ്സ് ആണ്. അവർ തമ്മിലുള്ള തർക്കങ്ങളാണ് ആ യുദ്ധത്തിലേക്ക് പോകുന്നത്. മറ്റതങ്ങനെയല്ല. ഒരു രാജ്യമില്ലാത്ത ജനത ഒരു മൈറ്റി ഒപ്രസീവ് സ്റ്റേറ്റിനോട്, ഒരു അധിനിവേശ ശക്തിയോട് നടത്തുന്ന സമരമാണ്. അതിനെ അദ്ദേഹം ഈ പോസ്റ്റിലും അദ്ദേഹം പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടിനെയും സമീകരിച്ചുകൊണ്ട് ഇതെന്തോ എന്താണ് പ്രത്യേക താല്പര്യത്തിലുള്ള ആ യുദ്ധത്തെ എന്താണ് അനുകൂലിക്കുന്നു, ഇതിനെ എതിർക്കുന്നു എന്ന രീതിയിൽ സ്വരാജിൻ്റെ നേരത്തെയുള്ള നിലപാടിനെ, സ്വയം പ്രഖ്യാപിത ആ യുദ്ധവിരുദ്ധ നിലപാടിനെയും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടിനെയും പരിഹസിക്കാൻ ചിലർ തുനിയുന്നുണ്ട്. രാജ്യമില്ലാത്ത ജനത അധിനിവേശ ശക്തിയോട് നടത്തുന്നൊരു പോരാട്ടം. തൊള്ളയെ നിന്റെ പള്ള നിറച്ച് ബുദ്ധി തന്നെ അജിംസെ രണ്ട് വാക്കുകൊണ്ട് പൊളിച്ചടുക്കി. പക്ഷേ കാശ്മീരിനെ കുറിച്ചും ഇന്ത്യ പാക് യുദ്ധം എങ്ങനെ ഉണ്ടായി എന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. കാശ്മീരിൽ പാകിസ്ഥാൻ നടത്തുന്നത് ഒരു അധിനിവേശമല്ലേ? ഇതിൻ്റെ ഒരു സംശയമാണ്, സംശയം ചോദിച്ചതേ ഉള്ളൂ. ഇനിയിപ്പോൾ മതി അജിംസെ, താങ്കളിങ്ങനെ ഈ പറഞ്ഞൊപ്പിച്ച് ഇങ്ങനെ ആവേശം കൊണ്ട് ഒരുപക്ഷെ അറിയാതെ താങ്കൾ പാകിസ്ഥാൻ സിന്ദാബ എന്ന് വിളിച്ചു പോകും. അതൊരു പക്ഷേ താങ്കൾക്ക് പണിയാവും. അതുകൊണ്ട് ഇവിടം വെച്ച് നമുക്ക് നിർത്താം. സത്യത്തിൽ ഈ അടുപ്പുകൂട്ടി ചർച്ചയിൽ ഇവർ വന്നതെന്ന് പറയുന്നത് എന്താണ്? യുദ്ധം, ഇന്ത്യ പാക് യുദ്ധം, അത് യുദ്ധമാണെങ്കിൽ യുദ്ധം അത് നടത്താൻ പാടില്ല എന്നാണ് ഇവർ വന്നിരുന്ന് പറയുന്നത്.
അവരെ ഒന്ന് സ്നേഹിച്ചൂടെ, കെട്ടിപ്പിടിച്ചൂടെ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ യുദ്ധത്തിലുള്ള ഇവരുടെ ഒരു എതിർപ്പ്, വെറുപ്പാണെന്നൊക്കെ നമുക്ക് തോന്നും. അതൊന്നും അല്ല കാരണം. ഇന്ത്യ പണി കൊടുത്താൽ ഈ പണി വാങ്ങുന്നത് അപ്പുറത്ത് ഇവർക്ക് കൂറുള്ളവരാണല്ലോ, അതാണ് ഇവരുടെ ആവരാതി. നമ്മുടെ നിഷാദ് റാവുത്തർ പറയുന്നത് പാകിസ്ഥാനിലേക്ക് ഇന്ത്യ പാകിസ്ഥാനിലോട്ട് വിട്ടുകൊടുക്കുന്ന വെള്ളം തടഞ്ഞത് വലിയ അപരാധമായി പോയി എന്നാണ് നമ്മുടെ റാവുത്തറുടെ അഭിപ്രായം. ആ വീട് നമുക്കൊന്ന് കാണാം. ഹമാസിന്റെ പ്രത്യാക്രമണ സമയത്ത് 7.5 പതിറ്റാണ്ട് കാലമായിട്ടുണ്ടാകുന്ന അതിക്രമത്തിനെതിരെ ഹമാസ് നടത്തുന്ന ഒരു പ്രത്യാക്രമണത്തെ ഭീകരവാദമായിട്ട് പലരും ചിത്രീകരിക്കും. ഈ വെള്ളം യുദ്ധോപകരണമാണ്, പാകിസ്ഥാനിലെ സാധാരണക്കാരായ മനുഷ്യരെ കൂടി നമ്മൾ പ്രഷർ ചെയ്യണം ഈ വെള്ളം കൊടുക്കാതെ. അപ്പോൾ ആ നിരപരാധികളായ മനുഷ്യരുണ്ടെങ്കിൽ അവരെയും കൂടി വെള്ളം കൊടുക്കാതെ ശ്വാസം മുട്ടിക്കണം. അദ്ദേഹം പറയുന്നത് ഇത് സാധാരണ ജനത്തെ ബാധിക്കും എന്നാണ്. ഇപ്പോൾ സാധാരണ ജനത്തോട് സ്നേഹമുള്ള ഒരു പൗരന്റെ ഒരു ആവലാതി എന്ന് നമ്മൾ അതിനെ കണ്ടാൽ മതി. എനിക്ക് നിഷാദ് റാവുത്തറോട് ചോദിക്കാനുള്ളത്, ഈ തീവ്രവാദി ആക്രമണങ്ങളിൽ ഈ കൊല്ലപ്പെടുന്നവരാരും സാധാരണ ജനങ്ങളല്ലേ? നമ്മുടെ പഹൽഗാമിൽ നമ്മുടെ ഇപ്പോൾ തീവ്രവാദികൾ വെടിവെച്ച് വീഴ്ത്തിയവരൊന്നും സാധാരണ ജനങ്ങളല്ലേ? ഇതൊന്നും ഇങ്ങനെ മരിച്ചു വീഴുന്നവരൊന്നും ഇവരുടെ സാധാരണ ജനങ്ങളല്ല. ഇവരുടെ സാധാരണ ജനങ്ങൾ ആരാണെന്ന് നമ്മൾ ഇന്ത്യക്കാർ കണ്ടതാണ്. അതായത് ഇന്ത്യയുടെ അറ്റാക്കിൽ കൊല്ലപ്പെട്ട തീവ്രവാദികളുടെ, അതായത് ഇന്ത്യ ആക്രമിച്ചത് തീവ്രവാദി കേന്ദ്രങ്ങളിലാണ്. കൃത്യമായിട്ട് 9 സ്ഥലങ്ങൾ ആക്രമിച്ചു. അതിൽ മരിച്ചവർ തീവ്രവാദികളെല്ലാം പാകിസ്ഥാന്റെ പതാക ഉതപ്പിച്ചു ഔദ്യോഗിക ബഹുമതിയോടുകൂടിയാണ് ഇവരെയൊക്കെ വിളിച്ചിട്ടുള്ളത്. ഇവരാണ് ഇവരുടെ സാധാരണ ജനം. ഇങ്ങനെ വന്നിരുന്ന് പറയാൻ കഴിഞ്ഞതുകൊണ്ട് റാവുത്തറിനും അജിൻസിനും കുറച്ച് വീർപ്പുമുട്ടൊക്കെ മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വന്നിരുന്നു പറയാനുള്ള ഒരു സാധ്യത ഉണ്ടാക്കി കൊടുത്തതിനുള്ള ഒരു കടപ്പാട് തീർച്ചയായിട്ടും നമ്മുടെ സഖാവും എം സ്വരാജിനാണ്. നമ്മുടെ എം സ്വരാജിന് 1000 അഭിവാദ്യങ്ങൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.